ഒരിക്കൽ ഒരു പാർക്കിന്റെ ബെഞ്ചിലിരുന്നൊരു കുട്ടി കരയുന്നത് കേട്ട് അതിൽ നടന്നു പോയ ഒരു വ്യക്തി ആ കുഞ്ഞിന്റെ അടുക്കൽ ചെന്ന് ഇങ്ങനെ ചോദിച്ചു, മോനെ എന്തിനെങ്ങനെ കരയുന്നേ? ആ കുഞ്ഞ് സങ്കടത്തോടെ മറുപടി പറയാങ്കളെ, ഞാനൊരു തേനീച്ചയുടെ മുകളിലാണ് ഇരിക്കുന്നത്, അതിന്റെ വേദന എന്നെ അലട്ടുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ കരയുന്നത്. അപ്പോ ഇത് കേട്ട ഈ മനുഷ്യൻ ആ കുഞ്ഞിനോട് പറഞ്ഞു, മോനെ നീ ഇങ്ങനെ കരയാതെ ഒന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ തേനീച്ചയുടെ വഴിക്ക് പൊക്കോളും, നിന്റെ വേദനയും മാറും. അപ്പൊ ആ കുഞ്ഞ് വീണ്ടും മറുപടി പറഞ്ഞത് ഇങ്ങനെയാ, അങ്ങനെ ഞാൻ എഴുന്നേറ്റാൽ തേനീച്ച പോകും, ശരിയാണ്. പക്ഷെ ആ തേനീച്ച എനിക്കുണ്ടാക്കിയ മുറിവിനേക്കാൾ വേദനയേക്കാൾ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് ഞാൻ അതിന്റെ മുകളിൽ ഇരുന്നത് കൊണ്ട് അതിനുണ്ടായ വേദന എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് ഞാൻ എന്നെ തന്നെ അലട്ടുന്നത്. എന്റെ വേദനയേക്കാൾ കൂടുതൽ ഞാൻ അതിനെ വേദനിപ്പിച്ചോ എന്നുള്ള ചിന്തയാണ് എന്നെ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് എനിക്ക് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മറുപടി കേട്ട മനുഷ്യന് വളരെ ചിന്തനീയമായി തോന്നിയത്. ഇത് കേൾക്കുന്ന നമുക്കും അതിന്റെ അർത്ഥം ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മുടെ ജീവിതയാത്രയിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും വേദനകളും പ്രശ്നങ്ങളും ഇല്ലാത്ത ആരോ ഉള്ളേ? ഏതെങ്കിലും വഴിയിലൂടെ എങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ നമ്മളെ തേടിയത്? ഒരു വഴക്കും ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു വ്യക്തി ഇവിടെ എങ്ങും ഇല്ല. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ നമുക്കൊരു പ്രശ്നമുള്ളത്, നമുക്കെതിരെ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നത്തിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന എതിർ കക്ഷിയെ എപ്പോഴും കുറ്റപ്പെടുത്തി അവരാണ് കുറ്റവാളി, അവരാണ് ഇതിനേക കാരണം എന്ന് പറഞ്ഞ് അവരുടെ കുറ്റവും കുറവുകളും അവരുടെ പോരായ്മകളും തിന്മകളും അവരുടെ ചീത്തയായ വശങ്ങളെല്ലാം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനുള്ള ഒരു തന്ത്രപ്പാടിലാണ് നമ്മളെല്ലാവരും. എന്നാൽ ആ കുഞ്ഞിന്റെ മറുപടി മനസ്സിലായി. എത്ര ചിന്തനീയമാണ്. ആ കുഞ്ഞ് പറയാണ്, ആ തേനീച്ച എന്നെ കടിച്ചതിലോ അതിൽ നിന്ന് എനിക്കുണ്ടായ വേദനയോ അല്ല എന്റെ വിഷയം. ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് അതിന് എന്റെ ഭാഗത്തു നിന്നുണ്ടായ വേദന എത്രയാണ്, അതാണ് ആ കുഞ്ഞ് പ്രാധാന്യം കൊടുക്കുന്നത്. പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ലഘു സന്ദേശം എന്ന് പറയുന്നത്, നമ്മുടെ പ്രശ്നങ്ങൾക്ക് കാരണക്കാരായവർ ഉണ്ടാകാം, നമുക്ക് മുമ്പിൽ പ്രശ്നങ്ങൾ കൊണ്ടുവന്നവർ ഉണ്ടാകാം, മനഃപൂർവ്വമായി നമ്മൾ ഉപദ്രവിക്കുന്നവരുണ്ടാകാം, നമ്മൾ അപ്രതീക്ഷിതമായ വേദനകൾ നമുക്ക് കൊണ്ടുവരുന്നവർ കണ്ടെന്ന് വന്നേക്കാം. പക്ഷേങ്കിൽ ആ നിമിഷവും പൂർണ്ണമായിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമുക്ക് അതിന് ശ്രമിക്കാം. അങ്ങനെ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നവരെ, അങ്ങനെ വേദനകൾ കൊണ്ടുവരുന്നവരെ, അവരോടുള്ള സമീപനവും അവരോടുള്ള ഇടപെടലുകളും എന്റെ ഭാഗത്തുനിന്ന് അവർക്ക് എത്രമാത്രം വേദനയോ മുറിവോ വിഷമമോ പ്രയാസമോ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ആഴത്തിൽ ചിന്തിക്കാൻ കഴിയുന്ന ഒരു മനോഭാവത്തിന് ഉടമകളായി നമുക്ക് മാറാൻ കഴിയണം. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു. ഈ ഭൂമിയിലുള്ള തന്റെ പ്രിയപ്പെട്ടവരെന്ന് പറയുന്നവർ ഭാരമേറിയ മരക്കുരിശാണ് യേശുവിന് കൊടുത്തത്. കൂർത്ത ആണികൾ തന്റെ കാലിലും കയ്യിലും ചേർത്തടിച്ചു. കൂർത്ത മുൾക്കിരീടം തന്റെ തലയിൽ വെച്ചു. ഈ വേദനകളെല്ലാം സഹിച്ചുകൊണ്ട് പേറിക്കൊണ്ട് വീണും വേച്ചും എഴുന്നേറ്റും പോകുന്ന യേശു കർത്താവ് എത്രമാത്രം വേദനകളിലൂടെയാണ് കടന്നുപോയത്, കഠിനമായ വേദനകളിലൂടെ കടന്നുപോയത്. ആ കഠിനമായ വേദനകളിലൂടെ കടന്നു പോകുമ്പോഴും യേശു കർത്താവ് ഒരു നിമിഷം പോലും എന്നെ വേദനിപ്പിച്ചവർ, അയ്യോ അവർക്ക് കഷ്ടം എന്ന് അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുന്ന ഒന്നും യേശു ചെയ്യുന്നതിന് പകരമായിട്ട്, ഞാൻ ഈ സഹിക്കുന്ന വേദന ഒരു മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമാകാൻ വേണ്ടിയാണ്, മറ്റുള്ളവർക്ക് ഒരു നന്മയാകാൻ വേണ്ടിയാണ്, അനേക കൂട്ടങ്ങളുടെ മാനവരാശിയുടെ കുലങ്ങളുടെ രക്ഷയ്ക്ക് വിടുതലിന് ഒരു കാരണമായിട്ടാണ് ഞാൻ ഈ വേദന ഈ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നത് എന്നുള്ള നല്ല ചിന്ത യേശുവിൽ ഉണ്ടായിരുന്നു. യേശു വേദന സഹിച്ചു. യേശുവിന്റെ വേദനയേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് നഷ്ടപ്പെട്ടു പോകുന്നവരുടെ വിടുതലിന് വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷയായിരുന്നു യേശുവിൽ ഉണ്ടായിരുന്നത്. പ്രിയമുള്ളവരെ, യേശുവിനെ പോലെ പൂർണ്ണരാകാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരത്തില്ല. പക്ഷെ യേശുവിനെ പോലെ ആകാൻ നമുക്ക് ശ്രമിച്ചുകൂടെ? യേശുവിന്റെ ജീവിതത്തിന്റെ ആ പാത, നമുക്ക് മുമ്പിൽ വെച്ച മാതൃക, നല്ല ശീലങ്ങൾ നമുക്ക് പിൻപറ്റി ആ ഒരു നല്ല ശൈലിക്ക് ഉടമകളായി മാറാൻ നമുക്ക് പ്രയത്നിച്ചുകൂടെ? മുമ്പേ കേട്ട കഥയിലെ കുഞ്ഞിന്റെ മറുപടി പോലെ എന്റെ സാഹചര്യത്തിൽ, എന്റെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഞാൻ ആരാണോ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്
അവരെ കുറ്റപ്പെടുത്തി അവരെ മാത്രം ടാർഗറ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിയായി മാറാതെ എന്റെ സാന്നിധ്യം, എന്റെ ഇടപെടൽ, എന്റെ ആ സമയത്തെ ആ സാഹചര്യം, ആ സമയം മറ്റുള്ളവർക്ക് എത്രമാത്രം വേദനിച്ചിട്ടുണ്ട് എന്ന് സ്വയം പരിശോധിക്കാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതലായിട്ട് എന്റെ സാന്നിധ്യം അവർക്ക് എന്തെങ്കിലും വേദന ആയിട്ടുണ്ടോ എന്ന് ആ കുഞ്ഞ് ചിന്തിച്ചതുപോലെയുള്ള ഒരു ആത്മാർത്ഥമായ ചിന്താഗതിക്ക് ഉടമകളായി മാറാൻ സർവകൃപാലുവായ ദൈവം നമുക്ക് ഏവർക്കും ഒരു വരം തരട്ടെ, അതിനുള്ള ശക്തി തരട്ടെ, അതിനുള്ള കരുത്ത് തരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം. അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.